ഏതായാലും അമ്മുവിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് പത്തനംതിട്ടയിൽ നാളെ വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. KSU പരീക്ഷകൾ, കലോത്സവം എന്നിവയെ ഒഴിവാക്കിയാണ് ബന്ദ്. ജില്ലാ ആസ്ഥാനങ്ങളിൽ പ്രതിഷേധ സമരങ്ങൾ നടത്തും. ചുട്ടിപ്പാറ നഴ്സിംഗ് കോളേജിലേക്കുള്ള മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചിരുന്നു. ദിലീപ് ദേവസ്യ നൽകും വിവരങ്ങൾ. ദിലീപ്, ഈ വിഷയം ഒരു ആയുധമാക്കുകയാണ് പ്രതിപക്ഷമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നാളെ വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നു. KSU തുടർ സമരങ്ങൾ എങ്ങനെയാണ്? വിനീത, ചുട്ടിപ്പാറ നഴ്സിംഗ് കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥിയായ അമ്മു സജീവിൻ്റെ മരണത്തിലെ കാരണക്കാരെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് KSU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അമ്മു പഠിച്ച കോളേജിലേക്ക് മാർച്ച് നടത്തിയത്. സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ അടക്കമുള്ളവരായിരുന്നു മാർച്ചിൽ പങ്കെടുത്തത്. അലോഷ്യസ് സേവ്യർ തന്നെയായിരുന്നു മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. എന്നാൽ മാർച്ച് സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് ഇതിൽ പ്രതിഷേധവുമായി KSU രംഗത്തെത്തിയിരിക്കുന്നത്. നാളെ വിദ്യാഭ്യാസ ബന്ദാണ് പത്തനംതിട്ട ജില്ലയിൽ ഇവർ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇവരെ ഈ സംഭവത്തിൽ കുറ്റക്കാരായ കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് കർശനമായ നടപടി സ്വീകരിക്കണം, അമ്മുവിൻ്റെ കുടുംബത്തിന് നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് നാളെ വിദ്യാഭ്യാസ ബന്ദ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇന്ന് നടത്തിയ മാർച്ച് സംഘർഷഭരിതമാകുകയും ചെയ്തിരുന്നു. നാളെ ഈ വിദ്യാഭ്യാസ ബന്ദ് നടത്തുന്ന സമയത്ത് പരീക്ഷകൾക്കും അതുപോലെ സ്കൂൾ കലോത്സവങ്ങൾക്കും മാറ്റമുണ്ടായിരിക്കില്ല എന്നും KSU അറിയിച്ചിട്ടുണ്ട്. വിനീത, ശരി, ദിലീപ് ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്.